തെങ്ങിനെ ബാധിക്കുന്ന നിരവധി കീടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും. കൊമ്പൻ ചെല്ലി കൂമ്പിനെ ആക്രമിക്കുമ്പോൾ ചെമ്പൻ ചെല്ലി തെങ്ങിന്റെ തടി തന്നെ ആക്രമിച്ച് നശിപ്പിക്കുന്നു. എന്നാൽ തോട്ടങ്ങളിൽ കൂടുതലായി കാണുന്നത് കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമാണ്. തെങ്ങുകളെ ആക്രമിക്കുന്ന ഇവ വണ്ട് വർഗത്തിൽപ്പെട്ട പറക്കാൻ കഴിവുള്ള ഒരു ഷഡ്പദമാണ്. ആകെ 6 മാസക്കാലം മാത്രമേ ആയുസുള്ളൂ എങ്കിലും ഇവ നമ്മൾ തെങ്ങിന് വരുത്തി വയ്ക്കുന്നത് വലിയ നാശനഷ്ടമാണ്. എളുപ്പമഴുകുന്ന ജൈവ വസ്തുക്കൾ, ചാണകം, കമ്പോസ്റ്റ് ഇവയിലാണ് ഇവ പെറ്റുപെരുകുന്നത്. ചെറിയ കൂമ്പോല ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നതും മടലിന് കീഴെയായി ചെറിയ തുളകളും ചവച്ചു തുപ്പിയതുപോലെയുള്ള അവശിഷ്ടവും കണ്ടാൽ കൊമ്പൻ ചില്ലി നമ്മളെ തെങ്ങിനെ ആക്രമിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം. പുഴു പൂർണ്ണ വളർച്ചയെത്തുവാൻ ഏകദേശം 99 മുതൽ 182 ദിവസം വരെ എടുക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. മധുരമുള്ള കൂമ്പോലകളും പൂങ്കുലകളുമാണ് കൊമ്പൻ ചില്ലിയുടെ പ്രധാന ഭക്ഷണം. മുൻവശത്തെ ബലമുള്ള കൊമ്പുകൾ ഉപയോഗിച്ചാണ് ഇവ തെങ്ങ് തുറന്ന് ഉള്ളിൽ പ്രവേശിക്കുന്നത്. ഓലക്കവളുകളിൽ ജൈവ കീടനാശിനികളും ഫിറമോൺ കെണിയും നമ്മുടെ പറമ്പുകളിൽ വെച്ച് ഇവയെ നിയന്ത്രിക്കുവാൻ ഒരു പരിധിവരെ നമുക്ക് സാധിക്കും. ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ തെങ്ങിനെയും കൊമ്പൻ ചെല്ലി ഈ വിധം ആക്രമിച്ചു എന്ന് കണ്ടത്. അപ്പോഴേ തന്നെ ചെല്ലി ആക്രമിച്ച് അത്രയും ഭാഗം വെട്ടിമാറ്റി പുഴുക്കളെയും ചീഞ്ഞ ഭാഗങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം വെട്ടിയ ഭാഗത്ത് നേർപ്പിച്ചോ ബോർഡോ മിശ്രിതം തേച്ച് കൂമ്പിൽ വെള്ളമിറങ്ങാതെ ഇരിക്കുവാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ ഇട്ട് കെട്ടിയും വെച്ചു. കൂമ്പ് പൊങ്ങിക്കഴിയുമ്പോൾ കവർ മാറ്റി കളയുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ആക്രമണം നേരിട്ട തെങ്ങിനെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കും. എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് കൊലക്കാറായ ഒരു തെങ്ങ് ഈ വർഷം കൊമ്പൻ ചില്ലിയുടെ ആക്രമണത്തിൽ നശിച്ചുപോയി. അതുപോലെ തന്നെ 2 വർഷം പ്രായമായ ഒരു തയ്യെയും വണ്ട് ആക്രമിച്ചുവെങ്കിലും സമയത്ത് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചതുകൊണ്ട് അതിപ്പോൾ കൂമ്പെടുത്ത് വളർച്ചയുടെ പാതയിൽ ആണ്.